ഹിന്ദുത്വവും ചാക്കിട്ടുപിടുത്തവുമൊക്കെയായി ബി.ജെ.പി. ഓരോ തന്ത്രങ്ങൾ പയറ്റുകയാണ്. വിഷയം ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. എല്ലാ സംസ്ഥാനത്തും ബി.ജെ.പി. മതി എന്ന അത്യാഗ്രഹമാണ് പാർട്ടിയെ ഇത്തരം തന്ത്രങ്ങൾ പയറ്റാൻ പ്രേരിപ്പിക്കുന്നത്. ഇപ്പോഴിതാ ആം ആദ്മി പാർട്ടി എം.എൽ.എമാരെ ബി.ജെ.പി. കൂറുമാറ്റാൻ ശ്രമം നടത്തുന്നതായി ആരോപിച്ച് പാർട്ടി കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഡൽഹിയിലെ 7 ആം ആദ്മി പാർട്ടി എം.എൽ.എമാരെ അടർത്തിയെടുക്കാൻ ശ്രമം നടത്തിയെന്നാണ് കെജ്രിവാളിന്റെ പ്രതികരണം. പാർട്ടി മാറാൻ 25 കോടി രൂപ വാഗ്ദാനം ചെയ്തു എന്നാണ് കെജ്രിവാൾ ആരോപിക്കുന്നത്. ബി.ജെ.പി. എ.എ.പി. എം.എൽ.എമാരുമായി ചർച്ച നടത്തിയിരിക്കുകയാണ്. ബി.ജെ.പി. നേതാവിന്റെ സംഭാഷണം ടേപ്പ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ആം ആദ്മി പറയുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തങ്ങൾ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമെന്നും അതിനുശേഷം തങ്ങൾ എം.എൽ.എമാരെ തകർക്കുമെന്നും ബി.ജെ.പി. ഭീഷണിപ്പെടുത്തിയതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. 21 എം.എൽ.എമാരുമായി ബി.ജെ.പി. ചർച്ച നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ താഴെയിറക്കുമെന്നാണ് ബി.ജെ.പിയുടെ ഭീഷണിയെന്നും കെജ്രിവാൾ കൂട്ടിച്ചേർത്തു. അതേസമയം ബി.ജെ.പി. ബന്ധപ്പെട്ട എം.എൽ.എമാർ കൂറുമാറാൻ വിസമ്മതിച്ചെന്നും മുഖ്യമന്ത്രി എടുത്തു പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കാൻ ശക്തിയില്ലാത്തതിനാൽ ഡൽഹിയിലെ എ.എ.പി. സർക്കാരിനെ അവിശുദ്ധ മാർഗത്തിലൂടെ താഴെയിറക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെന്നും കെജ്രിവാൾ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം തന്നെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു മദ്യ കുംഭകോണം അന്വേഷിക്കാനല്ല, അവർ ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി സർക്കാരിനെ താഴെയിറക്കാൻ ഗൂഢാലോചന നടത്തുകയാണെന്നാണ്. കഴിഞ്ഞ 9 വർഷമായി ബി.ജെ.പി. സർക്കാരിനെ താഴെയിറക്കാൻ നിരവധി ഗൂഢാലോചനകൾ നടത്തിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തങ്ങളുടെ എം.എൽ.എമാരെല്ലാം ഒറ്റക്കെട്ടാണ് എന്നും കെജ്രിവാൾ ആത്മവിശ്വാസത്തോടെ ബി.ജെ.പിക്ക് മറുപടി നൽകി. ഡൽഹിയിലെ ജനങ്ങൾക്കായി ആം ആദ്മി സർക്കാർ എത്രമാത്രം പ്രവർത്തിക്കുന്നുവെന്ന് ജനങ്ങൾക്കറിയാം. ബി.ജെ.പി. സൃഷ്ടിക്കുന്ന എല്ലാ പ്രതിബന്ധങ്ങളും തങ്ങൾ തരണം ചെയ്യുമെന്നും കെജ്രിവാൾ എടുത്തു പറയുന്നുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ഹരിയാനയിൽ ഉണ്ടാവില്ല എന്ന് കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. ഇന്ന് വൻ തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യം ഇതിലൂടെ നേരിട്ടത്. ഹരിയാനയിൽ ഒരു സഖ്യത്തിന് താൽപ്പര്യമില്ലെന്നാണ് പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപീന്ദർ ഹൂഡ പറഞ്ഞത്. എ.എ.പി. ഹരിയാനയിൽ ഒന്നിലധികം സീറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് സീറ്റുകൾ നൽകില്ലെന്ന് ഉറപ്പായതോടെ എ.എ.പി. സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വരും. ഇത് വോട്ടുകൾ ഭിന്നിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. നിലവിൽ ബംഗാൾ, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിൽ സഖ്യം ഉണ്ടാവില്ലെന്നാണ് വ്യക്തമാകുന്നത്.